നല്ലൊരു പടമാണ്. ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന ഒരു പടമാണ്. നല്ല പാട്ടുകളുണ്ട്, നല്ല പടമായിരിക്കും. അങ്ങനെ പോകേണ്ട ഒരു പടമല്ല, ഡിഗ്രേഡ് ആവില്ല. ഒബ്വിയസ്ലി നല്ല പടമാണെങ്കിൽ കയറി വരും. നല്ല പടം, നല്ല പടം, ഭയങ്കര മേക്കിംഗ്. എനിക്ക് പറയാൻ നല്ല പടം. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ ഈ ഇമോഷണലി ബ്ലോക്ക് ആകുന്ന സിനിമകൾ താരതമ്യേന കുറച്ച് കുറവാണ് മലയാള സിനിമ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്താ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അതെ, മുത്തങ്ങ സമയത്തിൻ്റെ ഒരു അതെ കുറച്ചുകൂടി കൂടും. റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒന്നും പറയാൻ പറ്റില്ല. വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ വേറെ. ഇപ്പോൾ ധ്രുവ ആയാലും ധ്രുവിൻ്റെ ഫ്രണ്ടിനടുത്തായാലും ഇങ്ങനെ നമുക്കൊരു സിനിമ സജസ്റ്റ് ചെയ്യാനാണെങ്കിലും പറയാൻ തോന്നുന്നൊരു സിനിമയായിരിക്കും തന്നെയല്ലേ? അതല്ലേ, ഓക്കെ ഓക്കെ. നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ളൂ എല്ലാവരും. ആര്യസ് എല്ലാവരും നല്ല രസമായിട്ട്. ഓക്കെ, താങ്ക് യു. ഭയങ്കര മൂവിങ് ആണ്. എന്താ പറയുക, ഞാൻ ആദ്യം തന്നെ ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം അതിൽ എന്താ പറയുക വളരെയധികം അനുഭവിച്ച അല്ലെങ്കിൽ ആ ദുരന്തം വളരെയധികം സഹിച്ച ആദിവാസികൾ അവരോട് എല്ലാവരോടും നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. കാരണം ഈ സംഭവം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അന്ന് ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള പത്രത്തിലും മാധ്യമങ്ങളിലും. എൻ്റെ അച്ഛനൊരു ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പോൾ ഈ കാടുമായിട്ട് നമ്മൾ വളരെയധികം അടുപ്പമായിട്ടാണ് ചെറുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതൊരു വിഷയം സിനിമയായിട്ട് കണ്ടപ്പോൾ എന്താ ഭയങ്കരമായിട്ട് ഇവരോട് നമ്മളൊരു ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ, ആദിവാസി സഹോദരന്മാരോട്. പിന്നെ ഇതിൻ്റെ ഫിലിം മേക്കറായ അനുരാഗ് മനോഹർ ഒരു ഗംഭീര ഒരു ഫിലിമാണ് അദ്ദേഹം ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫറായാലും ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ മികച്ച രീതിയിൽ നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കൂടിയാണ് ഈ സിനിമ സമ്മാനിച്ചത്. ജെക്സ് ബിജോ ചേട്ടൻ്റെ മ്യൂസിക്, ക്യാമറ വിജയ് എന്നെന്തോണ് ക്യാമറാമാൻ സാറിൻ്റെ പേര്. അദ്ദേഹം തമിഴിലൊരു സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ വർക്കായാലും ഇവൻ്റെ ആക്ടേഴ്സ് ടൊവിനോ ചേട്ടൻ്റെ കഥാപാത്രം അതിഗംഭീരമായിട്ടാണ് അദ്ദേഹം ആ ക്യാരക്ടർ വളരെ ന്യൂആൻസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ പല സ്റ്റേജസും ആ കഥാപാത്രത്തിൻ്റെ കുറേ സ്റ്റേജസ് അദ്ദേഹം അതിമനോഹരമായിട്ടാണ് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ സുരാജേട്ടൻ്റെ ഒരു വേഷം വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ആര്യ ചേച്ചിയുടെ ഒരു കഥാപാത്രമുണ്ട്. വളരെ ശക്തമായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രമാണ് അവരതിൽ പ്രദർശിപ്പിച്ചത്, ആര്യ സലീമിൻ്റെ. അപ്പോൾ അത് അതിമനോഹരമായിട്ട് അവരും കൂടെ അതിൽ പ്രണവിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല. പ്രണവ് എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിൻ്റെ ഒരു കഥാപാത്രം അഭിനയിക്കുന്നുണ്ട്, പ്രണവ് എന്ന് പറഞ്ഞൊരു ആക്ടർ. അപ്പോൾ എനിക്കൊന്ന് പ്രേക്ഷകരെല്ലാവരും നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ പോകുന്ന ഒരു നടനായിരിക്കും പ്രണവ്. അത് ഗംഭീരമായിട്ട് അദ്ദേഹത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം. പിന്നെ റെനി ചേച്ചിയുണ്ട്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റ്. പ്രിയംവദയാണ് ഇതൊരു പെയറായിട്ട് വന്നിരിക്കുന്നത്. പ്രിയംവദയും ഗംഭീരമായിട്ട് വളരെ എന്താ പറയുക ഭയങ്കരമായിട്ട് മൂഡായി. കാരണം അങ്ങനത്തെ നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് അത്ര ഗംഭീരമായിട്ട് അതൊരു സിനിമ അത്രയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്കത് കണക്ട് ആവും. അപ്പോൾ വളരെയധികം എന്താ പറയുക തീർച്ചയായിട്ടും അവരോട് ക്ഷമ തന്നെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. കാരണം ആ ഒരു സംഭവം അതിങ്ങനെ ആദ്യമായിട്ട് ഞാനിങ്ങനെ കാണുന്നത് ഇതിൻ്റെ ഒരു ഇത്രയും ഒരു സിനിമയുടെ ഫോർമാറ്റിൽ മനോഹരമായിട്ടാണ് അത് ഒരുക്കിയിരിക്കുന്നത്.